യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഞാൻ ഇന്ന് വിചാരിക്കുന്നത് ഒരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് വിചാരിക്കുന്നത്. എത്രത്തോളം വരെ പോകുന്നത് എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ അത്രയ്ക്കൊന്നുമില്ല. അധികം സംസാരിച്ച് എന്താ പറയുക നേരം കളയണ്ട. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇവിടെ വിൻഡോ തുറന്ന് നല്ല രസമായിട്ട് കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ആസ്വദിക്കായിരുന്നു. ഈ നേരമാകുമ്പോൾ കിളികളുടെ സൗണ്ട് ഉണ്ടാവും. പിന്നെ മോർണിംഗും കേട്ടോ കിളികളുടെ സൗണ്ട്. നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ വേഗം ഇരുട്ടാവും ചെയ്യും. ഇപ്പോൾ വിൻ്ററൊക്കെ അല്ലേ ഇവിടെ. അപ്പോൾ രണ്ട് ദിവസം മുന്നായിരുന്നു ഇവിടെ സ്നോ ഒക്കെ പെയ്തത്. ഇനി നമുക്ക് പതിയെ അടച്ചിടാം, തണുപ്പ് കയറി തുടങ്ങി. അപ്പോൾ എല്ലാവരും വരും ഗൈസിന്. നമുക്ക് നേരെ പോകാൻ ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 2-3 ചെടികളാണ് ഉള്ളത്, ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിന് രാവിലെയും വൈകിട്ടും ഇങ്ങനെ വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് മോർണിംഗ് ഉണ്ടാക്കിയതാണ് നമ്മുടെ ഈ ഒരു മട്ടൻ കറി ഞാനും ചേട്ടനും കൂടിയിട്ട്. അപ്പോൾ ചേട്ടനൊന്ന് ഓഫുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ എന്താ പറയുക, ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ വിസിലിന് വേണ്ടി കാത്തിക്കാറില്ല. ഒരു കുറ്റി പൊന്തുമ്പോൾ ഞാൻ പുറത്ത് ഇറക്കി വെക്കാറാണ് പതിവ്. പിന്നെ ഞാൻ ഈ ഒരു ബുക്ക് പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷീനിന്ന് ഓർഡർ ചെയ്തതാണ്. ഒരു ഡ്രോയിങ് ബുക്കാണ് കേട്ടോ. പിന്നെ ഒരു സെറ്റ് ഓഫ് പെൻസിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉള്ളിലുള്ള ആ ക്രിയേറ്റിവിറ്റി പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് അത്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു ബുക്ക് വായന ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ബുക്ക് കളക്ട് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അങ്ങനെ വായിക്കാറില്ല. എനിക്കൊരു മൂഡ് വരുമ്പോൾ മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു പേജിലും വെച്ച് വായിക്കണം എന്ന് ഞാനിങ്ങനെ വിചാരിക്കണം. അത് പറയുന്ന നേരത്തെ ഒരാൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സേട്ടനെ ഞാൻ വീഡിയോയിൽ പിടിച്ച് അങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പുറത്ത് പോയിക്കായിരുന്നു, അപ്പോൾ ആളെത്തിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ചേട്ടനെ ഇങ്ങനെ ശല്യപ്പെടുത്തിയിരിക്കലാണ് ഇപ്പോൾ എൻ്റെ മെയിൻ ഹോബി. അപ്പോൾ ആളതൊക്കെ സഹിച്ചങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കട്ടൻ ചായ പതിവാണ്. അപ്പോൾ കുളിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം ഞാനൊരു കട്ടൻ ചായ എടുത്ത് കുടിക്കുന്നുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് ഇങ്ങനെ കട്ടൻ ചായ കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി സുന്ദരിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറിൻ്റെ പേര് അക്യൂസ് ക്രീം എന്നാണ് കേട്ടോ. ആക്ച്വലി 2 ഉണ്ട് എൻ്റെ കയ്യിൽ മോയ്സ്ചറൈസർ. ഒന്ന് ഇതും ഒന്ന് ലോറിയലിൻ്റെ. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രം അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. അതിന് ശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്നത് വാസ്ലിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ഒരു വാസ്ലിൻ്റെ ഒരു ലിപ് ബാം. ഇത് ചെറുതായിട്ടൊരു റോസ് കളറ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വേറെ പലതരം ഉണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളത് ഇതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കോക്കനട്ടിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എടുത്തത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയണത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ കാണാൻ ടാറ്റാ.